ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബ്ലിസ്ഫുൾ റീൽസ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പ്രോൺസ് റോസ്റ്റ് ആണ്. ഞാനിവിടെ ഒരു 500 ഗ്രാം പ്രോൺസ് ആണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഡീവെയിൻ ചെയ്തിട്ടുള്ള പ്രോൺസ് ആണ്. ആദ്യം തന്നെ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നീട് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 15-20 മിനിറ്റ് വരെ അത് മസാലയെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കണം. ഇരുപത് മിനിറ്റിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ ചൂടായതിന് ശേഷം പ്രോൺസ് ഓരോന്നോരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഈ സൈഡ് തിരിച്ചിടുക. അപ്പോഴത്തേക്ക് അപ്പുറത്തെ സൈഡ് നന്നായിട്ട് വേവും. ഏകദേശം ഒരു 5 മിനിറ്റ് മതിയാവും 2 സൈഡും കൂടെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ പ്രോൺസ് ഇതാ ഞാൻ തിരിച്ചിട്ടു. ഇതാണ് ഫൈനലായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടിയിരിക്കുന്ന പ്രോൺസ്. ഇനി നമുക്ക് ആ യൂസ് ചെയ്ത എണ്ണയിൽ തന്നെ നമുക്ക് ഒരു 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഉള്ളിയിലേക്ക് ലേശം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ ഗോൾഡൻ ബ്രൗൺ ആയി. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 2 പച്ചമുളക് നടുക്ക് കീറി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഇനി ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. 1 മിനിറ്റോളം നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. തക്കാളി നമുക്ക് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒരു അടപ്പെടുത്ത് അടച്ച് ഒരു 2 മിനിറ്റോളം വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് തക്കാളി വെന്ത് കിട്ടും. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ആഡ് ചെയ്ത് കൊടുക്കാം. പ്രോൺസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ ഗ്രേവി ഫുള്ള് പ്രോൺസിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ്
ലോ ഫ്ലെയിമിൽ ഇത് അടച്ച് വെച്ചേക്കാം. അങ്ങനെ ഇതാ നമ്മുടെ പ്രോൺസ് റോസ്റ്റ് റെഡിയായി. നല്ല മണം വരുന്നുണ്ട്. നമുക്ക് ഇതിനി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്കിൽ അറിയിക്കുക. പ്രോൺസ് റോസ്റ്റിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബും ചെയ്ത് ബെൽ ബട്ടണും അമർത്താൻ മറക്കരുത്. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം റെസിപ്പി ഷെയർ ചെയ്യുക. അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ ബൈ.